വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് വി.എസ്. സന്തോഷ് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും ഹാപ്പിനെസ് പാർക്കിനും മാലിന്യ സംസ്കരണത്തിനും പശ്ചാത്തല മേഖലയ്ക്കും ഊന്നൽ നൽകിയായിരുന്നു ബഡ്ജറ്റ് അവതരണം. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2024-2025 വർഷത്തെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.എസ്. സന്തോഷ് അവതരിപ്പിച്ചു. 39,29,846 രൂപ വരവും 38,99,125 രൂപ ചിലവും 30,35,821 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്കും ഹാപ്പിനെസ് പാർക്കിനും മാലിന്യ സംസ്കരണത്തിനും പശ്ചാത്തല മേഖലയ്ക്കും ഊന്നൽ നൽകിയാണ് ബഡ്ജറ്റ് അവതരണം നടന്നത്. കാർഷിക മേഖലയ്ക്ക് 36,12,225 രൂപ വകയിരുത്തി. ഹാപ്പിനെസ് പാർക്കിന് 47,50,800 രൂപയും ശുചിത്വത്തിന് 1,74,31,500 രൂപയും പശ്ചാത്തലത്തിന് 2,71,90,000 ലൈഫിന് 5,61,00,000 ടൂറിസത്തിന് 10 ലക്ഷവുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിനി വർഗീസ് മാണിയാറ, ലൈജു ജോസഫ്, ബീന രത്നൻ, മറ്റു പഞ്ചായത്ത് മെമ്പർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി MP മഹിധരൻ എന്നിവർ പങ്കെടുത്തു. അതുപോലെ കേരള സംസ്ഥാനം 2024 ഏപ്രിലോടുകൂടി സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി മാറും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ വടക്കേക്കര അതിനനുരോധമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വൃത്തിയും വെടിപ്പുമുള്ള പരിസരവും വീടുകളും തൊഴിലിടങ്ങളും ഉറപ്പുവരുത്തി വടക്കേക്കരയുടെ പരിസ്ഥിതി മെച്ചപ്പെടുത്തുകയും സുന്ദരമാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമായി ഏറ്റെടുക്കുകയാണ്. അതിനുവേണ്ടി ഖരമാലിന്യ പരിപാലന പദ്ധതികൾ, ദ്രവമാലിന്യ പരിപാലന പദ്ധതികൾ, ഈ മാലിന്യ പരിപാലന പദ്ധതികൾ, ശൗചാലയ പദ്ധതികൾ, അറവ് മാലിന്യ പരിപാലന പദ്ധതികൾ, തോടുകളുടെ ശുചീകരണത്തിനും ആധുനിക വാതക ശ്മശാനം, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷിംഗ് വേസ്റ്റ് മാനേജ്മെന്റ്, മാലിന്യ കൂനകളുടെ നിർമ്മാർജ്ജനം, മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ, മഴവെള്ള കൊയ്ത്ത്, വിവരവിജ്ഞാന വ്യാപനം, അതിന്റെ തുടർച്ച, ആ തരത്തിൽ സമ്പൂർണ്ണ ശുചിത്വ പ്രദേശമായി വടക്കേക്കരയെ മാറ്റി തീർക്കുന്നതിന് 1,74,31,500 രൂപ നമ്മൾ വകയിരുത്തുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ അത് സാർത്ഥകമാക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. വടക്കേക്കര പഞ്ചായത്ത് അതിർത്തിയിലുള്ള അടുത്ത സാമ്പത്തിക വർഷത്തിൽ പിന്നോക്കം നിൽക്കുന്ന വീടില്ലാത്ത ആളുകൾക്ക് വീട് ലഭ്യമാക്കുന്നതിന് 5,80,00,000 രൂപ നമ്മൾ വകയിരുത്തുകയാണ്. ആ നിലയിൽ ജനജീവിതത്തിന്റെ നാനാ തുറകളിലുമുള്ള എല്ലാ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള വലിയൊരു ബഡ്ജറ്റാണ് നമ്മളിവിടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്.